സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ LDF സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചിറയൻകീഴ് മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ യോഗം LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ജീവിതാശ്വാസമായി പെൻഷൻ മാറി. ഇപ്പോൾ പെൻഷൻ 2000 രൂപയാണ്. ഇനിയും പെൻഷൻ വർദ്ധിപ്പിക്കും. ഈ പാവപ്പെട്ട ജനങ്ങളാണ്, അവരുടേതാണ് ഈ ഗവൺമെന്റ്. അവർക്കാണ് സംരക്ഷണം കിട്ടേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ 62 ലക്ഷം ആളുകൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ്. അതിലേക്ക് എത്തിയില്ലേ? കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്തും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ഒരു അനുഭവമാണോ? ശബരിമല സ്വർണം, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവിടെയുള്ള ഇന്നത്തെ വിവാദങ്ങളിൽപ്പെട്ട് ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട സ്വർണം ഒരു തരി പോലും കുറയാതെ തിരിച്ചെടുക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലപാട്. ശബരിമല സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർക്കശമായ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഈ നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ കേരള നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നം ഗൗരവമായിട്ട് വന്നു. വിശ്വാസിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. ആ സന്ദർഭത്തിൽ കേരള ഹൈക്കോടതി ഒരു പ്രത്യേക ടീമിനെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ പ്രശ്നം പരിശോധിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. ഗവൺമെന്റിൽ നിന്ന് പേര് വാങ്ങിയിട്ടില്ല. കുറ്റാന്വേഷണത്തിൽ വൈദഗ്ധ്യം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നത് കേരള ഗവൺമെന്റ് അല്ല, ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലപാടിനെ സ്വാഗതം ചെയ്തു, ഈ നിലപാടിനെ അംഗീകരിച്ചു. കോടതിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയെയും അന്വേഷണത്തെയും പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടെടുത്തു. UDF സ്വീകരിച്ച നിലപാടെന്താ? നിയമസഭയിൽ തുടർച്ചയായിട്ടുള്ള ബഹളം ഉണ്ടാക്കിയില്ലേ? ആ ബഹളം ഇപ്പോഴും തുടരുകയല്ലേ? എന്താ അവരുടെ നിലപാട്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, ഇത് അവരുടെ നിലപാട്. ഹൈക്കോടതി ഈ കുറ്റാന്വേഷണത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. കോടതി തന്നെ പറഞ്ഞു, ഇത് അന്വേഷണം ത്വരിതപ്പെടുത്തുന്ന വേഗതയിൽ കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. കുറ്റപത്രം ധൃതി പിടിച്ച് സമർപ്പിക്കാനുള്ളതല്ല, കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിപ്പിക്കാനുള്ളതാണ് കുറ്റപത്രം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് സ്വീകരിക്കുന്നത്. എന്തെല്ലാം പ്രചാരവേല ആര് നടത്തിയാലും കുറ്റവാളികൾ രക്ഷപ്പെടാത്ത നിലയിൽ പഴുതടച്ച അന്വേഷണം നടത്തി ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ മുന്നേറ്റം വരും തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
നിന്ന് വരുന്ന എല്ലാ സഹകരണവും കസേരയിലിരിക്കുക. കഴിഞ്ഞ് നന്ദി പറയാൻ നിൽക്കുമ്പോൾ ചിറയൻകീഴ് MLA വി ശശി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പ്രമുഖ ഇടതുപക്ഷ നേതാക്കളായ വി ജോയ്, ആർ സുഭാഷ്, ആർ രാമു, മനോജ് ബി ഇടമന തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ സംസാരിച്ചു. ഒരു പഴയ മുദ്രാവാക്യം എനിക്ക് ഓർക്കാനുണ്ട്, അത് ഓർമ്മിപ്പിക്കാനുമുണ്ട്. ആ മുദ്രാവാക്യം സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരായി വിയറ്റ്നാം ജനത ഒറ്റക്കെട്ടായി പോരാടിയ കാലത്ത് ഇന്ത്യ ആകെ വിളിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം വന്ന് കേരളത്തിലെയും ക്യാമ്പസുകളിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം ഇങ്ങനെയാണ്: മേരാ നാം തേരാ നാം വിയറ്റ്നാം വിയറ്റ്നാം എന്നായി. അർത്ഥം എൻ്റെ പേരും നിൻ്റെ പേരും വിയറ്റ്നാം വിയറ്റ്നാം എന്നാണ്. അത് ആവേശമുണ്ടാക്കിയ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഓർത്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുന്നു: മേരാ നാം തേരാ നാം LDF LDF. അത് എല്ലാവരും പറയണം, അതിരിച്ച പോലെ എല്ലാവരും പറയണം. ഞാനിത് മാത്രം പറയും, മേരാ നാം തേരാ നാം എന്ന് പറയും, ബാക്കി നിങ്ങൾ പറയണം. മേരാ നാം തേരാ നാം, മേരാ നാം തേരാ നാം, മേരാ നാം തേരാ നാം. ഇതാണ് വികാരം, ഇതാണ് തീരുമാനം. അതെല്ലാം ആളുകളോട് ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം നീതിയുടേതാണ്, ആ രാഷ്ട്രീയം നന്മയുടേതാണ്, ആ രാഷ്ട്രീയം വിജയത്തിൻ്റെതാണ്. ആ രാഷ്ട്രീയ മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്ത, പാർപ്പിടം കൊടുത്ത, വീട് കൊടുത്ത, വിദ്യാഭ്യാസം കൊടുത്ത രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ 10 വർഷങ്ങൾ നാം പൂർത്തിയാക്കി. ഇനി അതിൻ്റെ എല്ലാം തുടർച്ച വേണം. ആ തുടർച്ചയ്ക്കായി നാം ചോദിക്കുന്നത് LDFൻ്റെ 3-ാം ഊഴമാണ്. ആ 3-ാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഏതാനും ആഴ്ച കഴിയുമ്പോൾ, മാസങ്ങളല്ല ആഴ്ച കഴിയുമ്പോൾ നാം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. ചിന്ത പോലും മാറ്റിവെച്ചുകൊണ്ട് ഓരോ LDF സഖാവും, ഏത് പാർട്ടിയുമാകട്ടെ, ഏതെല്ലാ LDF സഖാക്കളും മറ്റെല്ലാം പറഞ്ഞുകൊണ്ട് LDF വിജയത്തിന് വേണ്ടി ഒരേ മനുഷ്യനെപ്പോലെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകണം. വിശ്രമത്തെപ്പറ്റി ചിന്ത പിന്നീട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ: LDFൻ്റെ 3-ാം ഊഴം വരില്ലേ? LDFൻ്റെ 3-ാം ഊഴം വരില്ലേ? വരും. ആ ഉറപ്പിൻ്റെ കാവൽക്കാരാണ് നമ്മൾ. അതിനുവേണ്ടി ഓരോ സഖാവും കൈ പറന്ന് ലാഭങ്ങൾ ഭേദമന്യേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നീതിപഥത്തിൻ്റെയും പതാകകളുമായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രകടനങ്ങൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇടതുപക്ഷത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായി. ഇവിടെ ചിറയൻകീഴിൽ സമാപിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ നമ്മുടെ രാജ്യം അതീവ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു മഹാസമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കാൻ പോവുകയാണ്. പണിമുടക്കിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പണിമുടക്കിൽ അണിനിരക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല പണിമുടക്കിൽ ഉയർത്തുന്നത്. നമ്മുടെ രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യത്തെ ഓരോ പൗരനെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളാണ് നിരന്തരം കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. അതിനെതിരെ രാജ്യത്തിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക്, അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ ഭാഗമായി ഉയർന്നത്. ആ പണിമുടക്ക് വിജയിപ്പിക്കാനും പണിമുടക്കിൽ അണിനിരക്കാനും എല്ലാവരോടും
സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കേരളത്തിൽ നിന്നും 3 വികസന മുന്നേറ്റ ജാഥകളാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ജാഥകൾക്കും ആവേശോജ്വലമായ സ്നേഹനിർഭരമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീകരണ യോഗങ്ങളിൽ കടന്നു വരുന്ന ആയിരങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ കാരണം കഴിഞ്ഞ ഒരു ദശാബ്ദം LDF ഗവൺമെന്റിന്റെ കീഴിൽ കേരളം ആർജിച്ച പുരോഗതിയും വളർച്ചയും ഇതര സംസ്ഥാനങ്ങളെ അസൂയപ്പെടുത്തും വിധം മഹത്തരമായിട്ടുള്ളതാണ്. അത് തുടരണം എന്നത് നാടിന്റെ ആവശ്യമാണ്. ഈ വികസന കുതിപ്പ് പാതിവഴിയിൽ നിന്നുകൂടാ. കേരളം ഇരുളടഞ്ഞ ഇന്ധനങ്ങളിലേക്ക് വീണ്ടും തിരിച്ചുപോയിക്കൂടാ. കൂടുതൽ പേർക്ക് ഇനിയും പെൻഷൻ കിട്ടണം. പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാവണം. നമ്മുടെ ആശുപത്രികളും പള്ളിക്കൂടങ്ങളും ഇനിയും അഭിവൃദ്ധിപ്പെടണം. ഇതുവരെ നാം നേടിയ നേട്ടങ്ങൾ ഏറെയാണ്. ആ നേട്ടങ്ങളെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകാനാവണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ വികസനത്തിന്റെ ഒരു പുതുയുഗം യാഥാർത്ഥ്യമാക്കാനായി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത കേരളം സാധ്യമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്ന നിലയിലേക്ക് കേരളം പുരോഗമിച്ചു. UDF ഭരിക്കുമ്പോൾ പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടിയിരുന്നില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലായി. നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി. നമ്മുടെ റോഡുകൾ മികച്ച നിലവാരത്തിലെത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വികസനത്തിന്റെ പുതുയുഗത്തിലാണ് നാം. ഇപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നടത്തുന്നുണ്ട്. നിങ്ങളെ ജാഥയുടെ പേര് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുതുയുഗ യാത്ര അല്ലെ, അങ്ങനെയാണ് അതിന്റെ പേര്, പുതുയുഗ യാത്ര. ഇതിനു മുൻപ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ ജാഥ നയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പുതുയുഗ യാത്ര എന്ന് പേരിട്ടിട്ടില്ല. ആദ്യമായാണ് കോൺഗ്രസിന്റെ ഒരു യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടത്. അതെന്തുകൊണ്ടാണ്? 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിച്ചു എന്ന തിരിച്ചറിവാണ് അവരുടെ ജാഥയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പറയുന്നത്. പുതുയുഗമാണിത്. അത് അവർ സമ്മതിക്കുന്നു. എങ്ങനെ സമ്മതിക്കാതിരിക്കും? പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായിരുന്ന കേരളം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. പുതുയുഗമല്ലേ? പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന വിദ്യാർത്ഥികൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകം കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതാ 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം ഇപ്പോ വിതരണം ചെയ്യാൻ പോവാണ്. ഇത് പുതുയുഗമല്ലെങ്കിൽ പിന്നെ ഏതാണ് പുതുയുഗം? UDFന്റെ ഭരണകാലത്ത് കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ചിറയൻകീഴ് ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ അണിനിരുന്ന ഒരു പ്രതിഷേധ രൂപമുണ്ടായിരുന്നു. റോഡിലെല്ലാം വലിയ കുഴികൾ, അഗാധ ഗർത്തങ്ങൾ. അത് പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഈ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഒക്കെ വീണ് ആളുകളുടെ കയ്യും കാലും ഒടിയുന്നു. ചില ഹതഭാഗ്യർ മരിച്ചുപോകും. ഇത് നിത്യസംഭവമായപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ തൽക്കാലം മാറ്റിവെച്ച് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ മുൻകൈയെടുത്ത് ആ കുഴിയിൽ വാഴ നടാൻ തുടങ്ങി. റോഡുകളുടെ ശോചനീയാവസ്ഥയുടെ മുന്നിൽ കേരളം വികസിപ്പിച്ചെടുത്ത ഒരു തനത് സമര രൂപമായിരുന്നു റോഡിൽ വാഴ നടുക. എല്ലാ ദിവസവും കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ റോഡിൽ വാഴ നടുകയാണ്. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ റോഡിൽ വാഴ നടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? കോൺഗ്രസ്സുകാർ വാഴയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നടാൻ വേണ്ടി. ഒരു കുഴിയുണ്ടായിട്ടുമുണ്ട് നടാൻ. അതിനവർക്ക് അവസരം കൊടുത്തിട്ടില്ല. നമ്മുടെ റോഡുകൾ അതിഗംഭീരമായി ലോകോത്തര നിലവാരത്തിൽ മെച്ചപ്പെട്ടു. ദേശീയപാത വികസനം നടക്കുന്നു. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, പുതിയ റോഡുകൾ യാഥാർത്ഥ്യമാകുന്നു. ഞങ്ങൾ 3-ാം തീയതി ചേലക്കരയിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ യാത്ര. ഈ യാത്രയിൽ മുതിർന്ന LDF നേതാക്കൾ ജാഥാംഗങ്ങളായിട്ടുണ്ട്.
പക്ഷെ ഞങ്ങൾക്ക് ഇത്ര ദിവസം തൃശ്ശൂരും ആലപ്പുഴയും പിന്നിട്ടാണ്, കൊല്ലവും പിന്നിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്കാർക്കും ഒരു പ്രയാസം പ്രശ്നവുമില്ല. അപ്പൊ എന്നോട് കേരള കോൺഗ്രസ് നേതാവ് ജോലി പറയായിരുന്നു, നമ്മുടെ റോഡുകൾ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്നതിന് വേറൊരു തെളിവും വേണ്ട. നോക്കൂ, ഇത്ര ദിവസം ഈ റോഡിലൂടെ തലയും യാത്ര ചെയ്തിട്ട്. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.